ഇംഗ്ലീഷ് വിത്ത് എസ് കെ എന്ന ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് നമ്മൾ നേരിൽ കാണുന്നത്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് നമുക്ക് യൂണിറ്റ് പരീക്ഷകൾ ആരംഭിക്കുന്ന സമയമാണ്. ഇനി SLC വിദ്യാർത്ഥികൾക്ക് പരീക്ഷ പേടി ഉണ്ടാകാം. അതൊന്നും വേണ്ട. എൻ്റെ ഈ ക്ലാസ് നിങ്ങൾ ശ്രവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു പേടിയുമില്ലാതെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്ക് നമുക്ക് പോകാം. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ഒരു റിവിഷൻ ടെസ്റ്റ് സീരീസിലൊരു ക്വസ്റ്റ്യനുമായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ഇതിൽ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനാന ട്രീ, ലൈൻസ് റിട്ടൺ ഇൻ എയർലി സ്പ്രിംഗ്, ദ സ്നേക്ക് ആൻഡ് ദ മിറർ, ഈ 3 പാഠങ്ങളിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്വസ്റ്റ്യൻസിനകത്ത് കാണപ്പെടുന്നത്. ഇതിൽ ദ സ്നേക്ക് ആൻഡ് ദ മിറർ എന്ന പാഠഭാഗത്തിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത്. റീഡ് ദ കോൺവെർസേഷൻ ആൻഡ് റിപ്പോർട്ട് ദ ക്വസ്റ്റ്യൻസ് എന്ന ഒരു ഹെഡിങ്ങിന് കീഴിൽ ഒരു കോൺവെർസേഷൻ തന്നിരിക്കുന്നു. ഇത് നമുക്ക് റിപ്പോർട്ട് ചെയ്യണം. അത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. നേരത്തെ തന്നെ റിപ്പോർട്ടഡ് സ്പീച്ച് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് പരിചയപ്പെടാം. ഒന്നുകൂടി നോക്കാം. നമ്മുടെ ഓർമ്മകൾ ഒന്നുകൂടെ പുതുക്കാം. ഫ്രണ്ടും ഡോക്ടറും തമ്മിലുള്ള സംഭാഷണമാണ്. നമ്മളിവിടെ എഴുതി തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഫ്രണ്ട് ആസ്ക്ഡ് എന്നാണ് ഇവിടെ എഴുതേണ്ട മെയിൻ വെർബ്. അതിന് കാരണം ഈ സെന്റൻസ് ഒരു ഇന്ററോഗേറ്റീവ് സെന്റൻസ് ആണ്. അതിനാൽ ഇവിടെ ഉപയോഗിക്കുന്ന വെർബ് മെയിൻ വെർബ് ആസ്ക്ഡ്. ഫ്രണ്ട് ആസ്ക്ഡ്, ഫ്രണ്ട് ആസ്ക്ഡ്. ഇനി നമുക്കിവിടെ കൺജങ്ഷൻ ആണ് ഉപയോഗിക്കേണ്ടത്. അത് ഏത് കൺജങ്ഷൻ ആണ് വരേണ്ടത് എന്ന് സെന്റൻസ് നോക്കുമ്പോൾ മനസ്സിലാക്കാം. ഇവിടെ ഓക്സിലറി വെർബിൽ ആരംഭിച്ച ഇന്ററോഗേറ്റീവ് സെന്റൻസ് ആണ്. അതിനാൽ ഇഫ് അല്ലെങ്കിൽ വെദർ എന്ന കണക്റ്റിംഗ് വേർഡ് നമുക്ക് യൂസ് ചെയ്യാം. നമുക്കിവിടെ ഇഫ് ഉപയോഗിക്കാം. ഇഫ്. അടുത്ത് യു എന്ന സെക്കൻഡ് പേഴ്സൺ ഫസ്റ്റ് പേഴ്സൺ ആയിട്ട് മാറണം. ആ യു എന്ന സെക്കൻഡ് പേഴ്സൺ തേർഡ് പേഴ്സൺ ആയിട്ട് മാറണം. ആ തേർഡ് പേഴ്സൺ ഇവിടെ ഹി എന്നോ ഷീ എന്നോ ചേഞ്ച് ചെയ്യാം. നമുക്കിവിടെ ഹി എന്ന് ഉപയോഗിക്കാം. ഇഫ് ഹി. ഇനി അടുത്തിവിടെ ഡിഡ് സീ എന്നാണ് ഇവിടുത്തെ വെർബ്. അത് പാസ്റ്റ് ആണ്. ആ സിമ്പിൾ പാസ്റ്റിനെ പാസ്റ്റ് പെർഫെക്റ്റിലോട്ട് മാറ്റണം. പാസ്റ്റ് പെർഫെക്റ്റിലോട്ട് മാറ്റുമ്പോൾ അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഹാഡ്, പിന്നെ സിയുടെ മൂന്നാമത്തെ രൂപം സീൻ. ഹാഡ് സീൻ ദ സ്നേക്ക്, ഹാഡ് സീൻ the snake the next day. ഇതാണ് ഇതിന്റെ ആൻസർ, നെക്സ്റ്റ് ഡേ. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ ഫ്രണ്ട് ആസ്ക്ഡ് if he had seen the snake the next day എന്നാണ് ഇത് റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഇനി അടുത്ത് നോക്കൂ. ഡോക്ടർ പറയുകയാണ്. ഡോക്ടർ said. ഡോക്ടർ എന്താ പറഞ്ഞത്? ഇവിടെ I have never seen it till today. ഇന്ന് വരേക്കും ഞാൻ ഇതിനെ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ആ സെന്റൻസ് അസർട്ടീവ് ആണ്. അത് അസർട്ടീവ് സെന്റൻസ് ആയതുകൊണ്ട് ദാറ്റ് എന്ന് പറയുന്ന കണക്റ്റിംഗ് വേർഡ് യൂസ് ചെയ്യണം. അതിനാൽ ഡോക്ടർ കണക്റ്റിംഗ് വേർഡ് ദാറ്റ്, മെയിൻ വെർബ് ഇവിടെ said എന്ന് ഉപയോഗിക്കുക അല്ലെങ്കിൽ told എന്ന് ഉപയോഗിക്കാം. ഡോക്ടർ said that I എന്നത് എന്തായിട്ട് മാറണം? തേർഡ് പേഴ്സൺ ആയിട്ട് മാറണം. I എന്നത് ഇവിടെ എന്തായിട്ട് മാറപ്പോൾ he. have never seen ഇതെന്താ? പ്രസന്റ് പെർഫെക്റ്റ് ആണ്. ഇത് പാസ്റ്റ് പെർഫെക്റ്റ് ആകുന്നു. he had never seen it തന്നെ എഴുതാം, അല്ലെങ്കിൽ the snake എന്ന് എഴുതാം. it till തന്നെ എഴുതാം. till today എന്നത് that day എന്ന് ചേഞ്ച് ചെയ്യും. today എന്നത് എന്തായിട്ട് മാറുന്നു? that day. അപ്പോൾ ഇതിന്റെ ആൻസർ എങ്ങനെ കണ്ടു? ഫ്രണ്ട് ആസ്ക്ഡ് if ഉപയോഗിക്കാനുള്ള കാരണം എന്താ? ഈ സെന്റൻസ് എന്തായതുകൊണ്ടാണ്? ഇന്ററോഗേറ്റീവ് ആണ്. അത് yes or no ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് if ഉപയോഗിച്ച് കണക്റ്റിംഗ് വേർഡ് ആയിട്ട് if he had seen the snake the next day എന്നതാണ്. അടുത്ത ഡോക്ടർ said that he had never seen it till that day. today എന്നത് that day ആയിട്ട് മാറി. ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ റിപ്പോർട്ട് ചെയ്യുന്നത്. മനസ്സിലാകുന്നുണ്ടല്ലോ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.